ടേസ്റ്റ് ഔട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദഹി ബിണ്ടി തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇത് വെണ്ടയ്ക്കയും തൈരും കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഒരു കടായിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പം ഒരു 15 വെണ്ടയ്ക്ക ചെറുതായി മുറിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ കടായിലോട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പം 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കസൂരി മേത്തി, 2 ഏലക്ക, 1 ബേ ലീഫും കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. റോസ്റ്റായി വന്ന ശേഷം ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. സവാളക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടണം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മസാലയൊക്കെ ഒന്ന് നന്നായി റോസ്റ്റായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഈ തൈരൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും റൊട്ടീൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്തത്. ഇപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.